എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കോയമ്പത്തൂരുള്ള അരവിന്ദ് ഹൈ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും. അറിയാത്ത ആളുകളും ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 6-7 വർഷമായിട്ട് എൻ്റെ അച്ഛൻ്റെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ അവിടെ നിന്നാണ് ചെയ്യാറ്. അവിടുത്തെ ഡോക്ടറെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്യാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസം നമ്മളൊരു 10 ദിവസത്തോളം ഒരാഴ്ച ഇടവിട്ടിട്ട് 10 ദിവസത്തോളം നമ്മൾ അരവിന്ദിലുണ്ടായിരുന്നു. അച്ഛന് കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് കൃഷ്ണമണി മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെയായിരുന്നു. അപ്പോൾ എല്ലാ വട്ടവും അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ നമ്മൾ പോയി വിസിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടിട്ട് എടുത്ത് അന്ന് തന്നെ തിരിച്ചു വരുന്നതിൻ്റെ കൂടെ ഇപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം ഒരു 4 ദിവസം അവിടെ നിന്നു. അതിന് കഴിഞ്ഞ് ഒരു 4 ദിവസം വീണ്ടും ഒരു 10 ദിവസം 5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു 4 ദിവസം നമ്മൾ അവിടെ നിന്നു. അപ്പോഴാണ് ആ ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, കാരണം നൈറ്റും സാറ്റർഡേ ഇപ്പോൾ ഒരു വീക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. തിങ്കൾ മുതൽ ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും അവിടെ എന്താണ് നടക്കുന്നത്, രാത്രി കാലങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. കാരണം അതൊരു ആശുപത്രിയാണ്. നമ്മളെ നോർമൽ ആശുപത്രിയിലുള്ള പനിയൊന്നുമായിട്ട് അഡ്മിറ്റ് ആവുന്ന പോലുള്ള പേഷ്യൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കണ്ണിൻ്റെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ഉള്ള ഒരു ആശുപത്രിയാണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ. അരവിന്ദിൻ്റെ ഏറ്റവും പ്രധാന പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾക്കും അപ്പോയിൻറ്റ്മെൻറ്റുകൾക്കും സർജറികൾക്കും സ്കാനിങ് എന്തായാലും അവിടുത്തെ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വരുന്ന ഒരു എമൗണ്ടിൻ്റെ കുറവാണ്. കാരണം നമ്മളെ നാട്ടിൽ വരുന്നതിൻ്റെ എത്രയോ അധികം വളരെ കുറവിലാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾക്ക് വരുന്ന ഫീസുകൾ. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആണെങ്കിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷന് സർജറി പറഞ്ഞ സമയം മുതൽ നമ്മൾ ആദ്യം മുതലേ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. കൺസൾട്ടേഷനൊക്കെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ഡോക്ടർ പറഞ്ഞ ഒരു ഫൈനൽ സ്റ്റേജിൽ നമുക്ക് സർജറീനെ പറ്റി ആലോചിച്ചാൽ മതി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതുതന്നെയാണ് നമ്മൾ നാട്ടിലും അന്ന സമയത്ത് ചെക്ക് ചെയ്തപ്പോഴും പറഞ്ഞ ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ സർജറിക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നില്ല. അങ്ങനെ സർജറി ഇനി സർജറി ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അവിടെ നിന്ന് അരവിന്ദിൽ നിന്നെല്ലാം പറഞ്ഞിരിക്കും. നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ നമ്മുടെ നാട്ടിലെ നല്ല ഹോസ്പിറ്റലുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് നമുക്ക് സർജറിക്ക് വേണ്ടി പറഞ്ഞ എമൗണ്ടിൻ്റെ പകുതിയുടെ പകുതി എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിലും കുറവാണ് നമുക്ക് അരവിന്ദിൽ റൂമടക്കം നമുക്ക് അക്കോമഡേഷനിൽ 4 ദിവസത്തെ നമ്മൾ റൂമടക്കം നമുക്ക് വന്ന ഒരു എമൗണ്ട് എത്രയോ എമൗണ്ട് കുറവാണ്. അപ്പോൾ ഒരു എമൗണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇത് കാരണം പല ആളുകൾക്കും എമൗണ്ട് എത്രയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല ആളുകൾക്കും പല ടൈപ്പാണ്. ഇപ്പോൾ അച്ഛനൊരു കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഏജിന് അതുപോലെ ബ്ലഡ് ഗ്രൂപ്പിനെല്ലാം ആയിട്ട് കറക്റ്റ് മാച്ചാവുന്ന ഒരാളുടെ സാധനം തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് ചിലപ്പോൾ റയർ ബ്ലഡ് ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെ ഏജിനൊക്കെ അനുസരിച്ച് ഡിമാൻഡുകളൊക്കെ വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ചില ആളുകൾക്ക് പെട്ടെന്ന് ലഭിക്കാം. ചിലപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം 1.5 കൊല്ലത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കറക്റ്റായിട്ട് മാച്ചായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ താമസവും കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ചിട്ടൊക്കെ എമൗണ്ടുകൾ ചെറിയ വ്യത്യാസമൊക്കെ വരും. എന്നാലും എത്രയോ നമ്മളെടുത്ത് നമുക്ക് ആദ്യം മുതൽ പറഞ്ഞ എമൗണ്ടിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് നമുക്ക് 2-3 സ്ഥലത്തു നിന്ന് നമ്മൾ നാട്ടിൽ നിന്ന് സർജറി ചെയ്ത ആളുകൾ പറഞ്ഞതും നമ്മളെ കുടുംബത്തിൽ ചെയ്ത ആളുകൾ പറഞ്ഞതും അതുപോലെ നമ്മൾ നാട്ടിൽ നമുക്ക് കൺസൾട്ടേഷൻ ചെയ്ത് നമ്മളെ നാട്ടിലെ പ്രമുഖ ആശുപത്രികളിൽ നിന്ന് പറഞ്ഞ എമൗണ്ടിനേറ്റ് ഒരു തരത്തിലും യോജിക്കാത്ത തരത്തിലുള്ളൊരു എമൗണ്ടാണ് നമുക്ക് അരവിന്ദിലായത്. അതുതന്നെയാണ് അരവിന്ദിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരാനുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് തന്നെയാണെങ്കിൽ ഞാൻ പറയും. കേരളത്തിൽ നിന്ന് തന്നെ പല ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് വഴിക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ കാണിച്ച് വളരെയധികം എമൗണ്ടുകളൊക്കെ ചിലവാക്കി അവസാനം അവിടുന്ന് റെഫർ ചെയ്തും പിന്നെ കുറേ അറിഞ്ഞതിന് ശേഷമൊക്കെ അരവിന്ദിലെത്തി ട്രീറ്റ്മെൻറ്റുകൾ പെട്ടെന്ന് അവർക്കത് ക്ലിയർ ആവുകയും അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ കണ്ടു. അഡ്മിറ്റായി നിൽക്കുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ കുറിച്ച് നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം 1 മണിക്കൂർ 2 മണിക്കൂർ ഇടവിട്ട് ഓയിൽമെൻറ്റും ഡ്രോപ്സൊക്കെ ഉണ്ടാവും. അതിന് സിസ്റ്റർമാർ വന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ ആ സിസ്റ്റർമാർ വന്ന് മരുന്ന് ഒഴിച്ചു എന്നുള്ള ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ടീം അതിനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും ഒക്കെ നല്ലൊരു പ്യൂർ വെജിറ്റേറിയൻ ക്യാൻറ്റീൻ അവിടെയുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ അപ്ലിക്കേഷൻ മുഖാന്തരം നമുക്ക് ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് നമുക്ക് അവിടെ കൊണ്ടുവന്ന് കഴിക്കാവുന്നതാണ്. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ
നോർമൽ നമ്മൾ സാധാ ഹോസ്പിറ്റലിൽ പോലെ രാത്രിയെല്ലാം ലൈവായിരിക്കില്ല, കാരണം കാഷ്വാലിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഹോസ്പിറ്റൽ രാത്രി പൊതുവെ സൈലൻ്റ് ആയിരിക്കും. പക്ഷേ എല്ലാത്തിനും അവിടെയുള്ള പോലെ നേഴ്സുമാരൊക്കെ എല്ലാ ബ്ലോക്കിലും ഒക്കെ അവൈലബിൾ ആയിട്ട് ഇരിക്കും. നല്ല ഫെസിലിറ്റീസും കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഉള്ളത് ഒരു പഴയ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള ബിൽഡിംഗ് ആണ്. അതും നല്ല ബിൽഡിംഗ് തന്നെയാണ്. ഇപ്പോൾ പുതിയൊരു വലിയൊരു ബ്ലോക്കിൻ്റെ വർക്ക് അവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യത്തോടു കൂടി കൂടുതൽ സ്പേഷ്യസോട് കൂടിയിട്ടുള്ള ഹോസ്പിറ്റലാണ് പുതുതായിട്ട് അവർ അതിനോട് ചേർന്ന് തന്നെ കൊണ്ടിരിക്കുന്നത്. കൂടുതലും അവിടെ ഫ്രീ ചെക്കപ്പും ഫ്രീ സർജറീസൊക്കെ ആയിട്ട് നടക്കുന്ന സ്ഥലമാണ്. കാരണം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ രാത്രി ഗവൺമെൻറ് ബസ്സിലൊക്കെ അവർ പല സ്ഥലങ്ങളിലും പോയിട്ട് ക്യാമ്പുകളൊക്കെ നടത്തി അവിടുന്ന് ആളുകളെ, സർജറിക്കൊക്കെ ഉള്ള ആളുകളെ ഒന്നായിട്ട് കൊണ്ടുവന്നിട്ട് സർജറിയൊക്കെ ചെയ്തവർക്കൊന്നും ഇപ്പോൾ തീവ്രശാസ്ത്രക്രിയൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും പല ആളുകൾക്കും അവരെ ഫിനാൻഷ്യലി ഇതൊക്കെ നോക്കി എമൗണ്ടേ ഇല്ലാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ പോസിബിളാണ്. എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ തന്നെ ഒരു ബില്ലൊക്കെ വരുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നത് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അവിടെ കുറച്ച് ദിവസം നിന്ന് അവിടെ വരുന്ന പേഷ്യൻസുകളും കേസുകളും ഒക്കെ ഒന്ന് കണ്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കുകയാണെങ്കിലും ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഒരു പ്ലെയിങ് ഗ്ലാസ്, പവറൊന്നും ഇല്ലാത്തൊരു നോർമൽ പ്ലെയിങ് ഗ്ലാസ് കണ്ണിൽ മുഖത്ത് വെച്ച് നടക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം അവിടെ വരുന്ന ഓരോ കേസുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് ആലോചിച്ച് പോകും. ഇപ്പോൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പല ഹോസ്പിറ്റലിൽ നമുക്ക് പല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലത് നമുക്ക് ആളുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. കണ്ണിൻ്റെതായ കാര്യങ്ങൾക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ, ട്രാവൽ ചെയ്ത് നമുക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയൊരു ട്രീറ്റ്മെൻറ്റാണ് മുന്നിൽ ആവശ്യമുള്ളത് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആശുപത്രികളിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഫിനാൻഷ്യലി ആയാലും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ ആയാലും നമുക്ക് ഓരോ ഹോസ്പിറ്റലുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ കണ്ണിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലായിട്ട് തന്നെ നമുക്ക് അരവിന്ദിനെ കാണാവുന്നതാണ്. വീണ്ടും കാണാം. ഗുഡ് ബൈ.